ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ ബോട്ട്. ഇന്നത്തെ വീഡിയോ ഒരു ജ്വല്ലറി ബോക്സ് ആണെങ്കിലും ഇതാണ് എൻ്റെ മിനി സോയിൽ നല്ല ലേറ്റസ്റ്റ് പർച്ചേസ് ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ. പണ്ട് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ട് ടിഫിൻ കൊണ്ടുവരുന്ന ടിഫിൻ ബോക്സ് പോലെയുള്ള ഒരു ക്യൂട്ട് ബോക്സിലാണ് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വന്നിട്ടുള്ളത്. ഈ ബ്ലെൻഡർ നല്ല ക്യൂട്ടാണ്, നല്ല പേസ്റ്റൽ കളേഴ്സിലാണ് വരുന്നത്. ആൻഡ് ഈ ബോക്സ് കൂടെ ആകുമ്പോൾ ക്യൂട്ട്നെസ് അങ്ങോട്ട് ഓവർലോഡഡ്. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ജ്വല്ലറി ബോക്സാണ് ഉണ്ടാക്കുന്നത്. സ്റ്റഡി ഏരിയയിൽ വെക്കാൻ പറ്റുന്ന, സ്റ്റഡി ടേബിളിൽ വെക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസർ. ഇതിൽ ഷാർപ്നേഴ്സോ അതുപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ എന്ത് വേണമെങ്കിലും ഇടാം. ഞാനിവിടെ ജ്വല്ലറി ബോക്സ് എന്നുള്ള പേർപ്പസിലാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റോൾ അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നു. സോ ഞാനതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്ത ശേഷം അതിൻ്റെ താഴ്ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പേപ്പറാണ് എടുത്തത്. കുറച്ച് തിക്കായിട്ടുള്ളൊരു പേപ്പർ എടുത്തു. അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നിയത് എഡ്ജസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ നമ്മുടെ സർക്കിളിൻ്റെ മുകൾ വശത്തേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സിലിണ്ടറിൻ്റെ മുകൾ വശത്തേക്ക് ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചും കൂടി സ്റ്റിക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. ഈ ഒരു രീതിയാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയി തോന്നിയത്. മറ്റത് നമ്മൾ ഗ്ലൂ ടേപ്പൊക്കെ വെച്ച് ഒട്ടിക്കുമെങ്കിലും അത് പറഞ്ഞു പോരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ജ്വല്ലറിയൊക്കെ ആകുമ്പോൾ കുറച്ചൊരു വെയിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ വെയിറ്റൊക്കെ ഇടുമ്പോൾ അത് വേഗം പറഞ്ഞു വരും. ഇതാവുമ്പോൾ അവിടെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇരുന്നോളും. ഒരു എസ്തെറ്റിക് വൈബ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രിൻറ്റഡ് പേപ്പർ വെച്ച് ഇത് കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പേഴ്സ് വെച്ചിട്ടോ എങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാൻ പ്രിൻറ്റഡ് പേപ്പർ വെച്ച് അത് കവർ ചെയ്തു. ഫുള്ളായിട്ട് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ രണ്ട് സിലിണ്ടേഴ്സും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലുക്കായി വരുന്നുണ്ട്. ആൻഡ് താഴ്ഭാഗത്ത് ആ പേപ്പർ അതിൻ്റെ കട്ടിങ്സ് ഒന്നും കാണില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ആഫ്റ്റർ ദാറ്റ് ഈ ഓർഗനൈസേഴ്സിന് നമുക്ക് കുറച്ച് ലെഗ്സ് വേണം. സ്റ്റാൻഡ് ഉണ്ടെങ്കിലല്ലേ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 3 ലെഗ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു എസ്തെറ്റിക് വൈബ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ പിങ്ക് കളറാണ് എനിക്കിതിലേക്ക് കുറച്ചും കൂടി മാച്ചായി തോന്നി. അപ്പോൾ ഞാൻ പിങ്ക് കളർ ചാർട്ട് പേപ്പർ എടുത്തു. ചാർട്ട് പേപ്പറല്ല, ഒരു കളർ പേപ്പർ അതെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ലെഗ്സും സെയിം ഹൈറ്റ് ആയിരിക്കണമല്ലോ. അങ്ങനെ ഒരു ഉള്ളിലൊരു സ്റ്റിക്ക് വെച്ച് ഇത് റോൾ ചെയ്ത് ലെഗ്സ് എല്ലാം ഉണ്ടാക്കി സെയിം ഹൈറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആൻഡ് നിങ്ങൾ വീഡിയോസ് ലൈക്ക് ചെയ്താലല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുള്ളൂ. സോ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണേ പ്ലീസ്. അതുപോലെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം. അതാകുമ്പോൾ എനിക്ക് അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് വീഡിയോസ് എല്ലാം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോസ് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടും, എനിക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ബാക്ക് ടു ദ പോയിൻറ്റ്, നമ്മുടെ ലെഗ്സ് എല്ലാം ഈക്വൽ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയുള്ള നെക്സ്റ്റ് പാർട്ട് എന്താണ്, നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ഗ്ലൂ ടേപ്പ് വെച്ചിട്ട് 3 നമ്മുടെ ലെഗ്സും ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സിമ്പിൾ, നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് അവിടെ ഇരുന്നോളും. ആൻഡ് ഞാൻ പ്രതീക്ഷിച്ചതിലേക്കും ക്വാളിറ്റി ഉണ്ട് ഇത്. ആക്ച്വലി ഞാനത് അധികം വെയിറ്റൊന്നും ഇതിനെടുക്കാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാനൊരു 2-3 ജ്വല്ലറീസ് എല്ലാം ഇട്ട് നോക്കിയപ്പോൾ അവിടെ സേഫായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് താഴെ വീഴുന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഇത് വിചാരിച്ചതിനേക്കാളും ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോസിലെ ക്രാഫ്റ്റ്സ് കണ്ട് ഇൻസ്പയർഡായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിലേക്ക് ഒന്ന് അയച്ചു തന്നാൽ മതി. അതാകുമ്പോൾ എനിക്ക് റീഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ കഴിവ് എല്ലാവരും കാണട്ടെ. എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി പേപ്പർ ബോട്ട് എന്നാണ്, പേപ്പർ ബോട്ട് ബൈ N. സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇനിയിപ്പോൾ ഞാനതിലേക്ക് ജ്വല്ലറി ഇട്ടിട്ടുള്ള ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. So this is our
ഫൈനൽ റിസൾട്ട് ആൻഡ് ദിസ് ഈസ് നമ്മളെ ജ്വല്ലറി ബോക്സ് റെഡിയായി കംപ്ലീറ്റ്ലി. എനിക്കിഷ്ടപ്പെട്ടു. ഒരു പിങ്ക് ഷെയ്ഡിൽ ഒരു വൈറ്റ് ടേബിൾ അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല സ്യൂട്ടായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.